മച്ചന്മാരെ തകർപ്പൻ കുറുവാപ്പരലുകളും അതുപോലെ തന്നെ കരിമീനുകളൊക്കെ നിന്ന് കളിക്കുന്ന സ്പോട്ടാണിത്. ഇവിടെ നമ്മൾ പോളോട് ഉപയോഗിച്ച് അവന്മാരെ കൊടുക്കാനായിട്ട് പോവുകയാണ്. തകർപ്പൻ ബെയിറ്റാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. മച്ചന്മാരെ നമ്മൾ ഈ പോളോട് ഉപയോഗിച്ചാണ് ഇവിടെ വേട്ടയാടാനായിട്ട് പോകുന്നത്. ഈ കൈച്ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോൾ പോളോടിൻ്റെ പ്രാധാന്യം ഇപ്പോൾ എല്ലാ ചൂണ്ടക്കാർക്കും അറിയാം. ചെറിയൊരു മീനാണെങ്കിൽ പോലും അതിന് ഈ പോളോട് അടിച്ച് കയറ്റുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ നമ്മൾ 8 അടിയുടെ പോളോടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് പല വലിപ്പത്തിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. 10 അടിയുടെയും 12 അടിയുടെയും 15 അടിയുടെ ഒക്കെ പോളോടുകളുണ്ട്. നമ്മുടെ ഏത് സ്പോട്ടാണ് പ്രയോഗിക്കുന്നത് ആ സ്പോട്ടിൻ്റെ ഒരു രീതി വെച്ച് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഏത് വേണമെന്ന്. മച്ചന്മാരെ അപ്പോൾ നമ്മൾ ഫ്ലോട്ട് ലൈനുമായിട്ട് കെട്ടുവാണ്. ഈ ഫ്ലോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്കിങ്ങനെ ഉടക്കി വയ്ക്കാവുന്ന ടൈപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഫ്ലോട്ട് മുകളിലേക്കും താഴേക്കും ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കമ്പി ജസ്റ്റ് ഉടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിച്ചടിപ്പിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ലെങ്ത്തിൽ നമ്മൾ ഫ്ലോട്ട് ലൈനുമായിട്ട് കെട്ടി കണക്ട് ചെയ്ത് വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഉടക്കി വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് മുകളിലേക്ക് താഴേക്ക് റൊട്ടേറ്റ് ചെയ്ത് വലിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മച്ചന്മാരെ നമ്മൾ അപ്പോൾ അടുത്ത ബെയിറ്റ് കുറയ്ക്കുകയാണ്. നല്ല മീൻ നിൽക്കുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കിട്ടാനായിട്ട് അധികം നേരം ഒന്നും ബെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇവിടെ ചെറിയ ഉണ്ട പോലെ ഫുള്ളായിട്ട് തന്നെ ഹുക്കിനെ പൊതിഞ്ഞ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ കേസാണ്. ഇനി പരിസരത്തോടെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് അടിക്കും. പോൾ റോഡാണ് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര സൈസുള്ള പോൾ റോഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എവിടെയാണോ ചൂണ്ടയിടുന്നത് അവിടെ നമുക്ക് എത്ര സൈസുള്ള ഇട്ടപ്പോൾ തന്നെ ഫ്ലോട്ട് അനങ്ങുന്നുണ്ട്. അതിൻ്റെ അടിയിൽ മീനുണ്ടായിരുന്നു. ഉറപ്പായിട്ട് നമുക്കൊരു നല്ലൊരു മീനിൻ്റെ കൊത്തിപ്പ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇട്ടപ്പോൾ തന്നെ മീനുകൾ ശരിക്കും വിശന്നിരിക്കുകയെന്ന് തോന്നുന്നു. നമ്മൾ അടിപൊളി പലഹാരമാണ് അവന്മാർക്ക് വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വാലസത്തിൻ്റെയൊക്കെ സ്മെല്ല് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മീനുകൾക്കൊന്നും വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല. അവന്മാർ ഉറപ്പായിട്ടും വന്ന് നമ്മൾ ബെയിറ്റ് എടുക്കുന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ നമ്മൾ ഹുക്കപ്പിനുള്ള മൂവ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ലൊരു വലിയ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുത്ത് ഫ്ലോട്ട് ശരിക്കും അനങ്ങുന്നുണ്ട്. നല്ലൊരു മീനിൻ്റെ അടി കിട്ടാനുള്ള എല്ലാ ചാൻസും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ശരിക്കും നിരീക്ഷണം നിൽക്കുന്നത്. കുത്തി മിസ്സ് നല്ലൊരു മീൻ മിസ്സായിരിക്കുകയാണ്. നമ്മുടെ ടൈമിങ് അല്പം പാളിപ്പോയി. അടിച്ച് താത്തിയാർന്നവൻ. എന്നാലും അവൻ ഇപ്പോൾ തന്നെ പൊക്കാം. മച്ചന്മാരെ നമുക്കങ്ങനെ ഒരു തകർപ്പം കുറുവ അടിച്ച് കയറിയിരിക്കുകയാണ്. ഇവനെ പിടിച്ച് നമുക്ക് ഹുക്കി കോർത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ ചെമ്പല്ലി, കാളാഞ്ചി അതുപോലെ തന്നെ മണഞ്ഞിലിയൊക്കെ പിടിക്കാനായിട്ട് പറ്റും. പാലങ്ങണിക്ക് നല്ല റിസൾട്ടാണ് ഈ കുറുവകൾ. വൈകുന്നേര സമയങ്ങളിലാണ് നമ്മൾ മണഞ്ഞിലൊക്കെ പിടിക്കാനായിട്ട് പ്രധാനമായിട്ട് ഈ കുറുവ ഉപയോഗിക്കുന്നത്. ആ സമയത്താണ് വലിയ മണഞ്ഞിലുകളൊക്കെ മടയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ആ സമയത്ത് ഇവന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഇതിൽ.